കല്യാണവേദിയിലേക്ക് വന്നു കയറിയവർ അറിയാതെ മന്ത്രിച്ചു, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഭരണഘടനയുടെ ആമുഖം ചിലർ പല ആവർത്തി വായിച്ചു. കുട്ടികൾ കാര്യമെന്തെന്ന് തിരക്കി. കൊല്ലം ചിതറ സ്വദേശി ജാബിറുൽ ഹസന്റെയും മടത്തറ സ്വദേശി ആഷിനയുടെയും വിവാഹത്തിനെത്തിയവർ ഭരണഘടനാ മൂല്യങ്ങൾ അറിയാതെ അറിഞ്ഞു, തമ്മിൽ പകർന്നു. ഭരണഘടനാ സാക്ഷരതാ പദ്ധതിയായ സിറ്റിസൺ 2022 മുന്നണി പോരാളിയായിരുന്ന ജാബിറുൽ ഹസന് ഇത് ഉത്തരവാദിത്തമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ആഘോഷ പരിപാടികൾക്കും ഭരണഘടനയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുക, ഭരണഘടന മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ട്. നമ്മുടെ ആഘോഷങ്ങളിലെല്ലാം ഭരണഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. വിവാഹവേദിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ലഘുലേഖകൾ കൈമാറി. വേദിയിലെത്തിയവയിൽ ഭൂരിഭാഗവും ഭരണഘടനാ മൂല്യങ്ങൾ ആലേഖനം ചെയ്ത സ്നേഹസമ്മാനങ്ങളാണ്. വധൂവരന്മാർ ചേർത്തു പിടിച്ചതും ഇന്ത്യൻ ഭരണഘടനയെ. ഭരണഘടനയുടെ മൂല്യങ്ങൾ ജനങ്ങളിലേക്കും വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചത്. സന്തോഷകരമായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൂടെ ഒരു മാതൃകയാവുകയാണ് ആ ദമ്പതികൾ ചെയ്തത്. അപ്പോൾ അവരോട് സുഹൃത്തുക്കൾ എന്ന നിലയിൽ അവരോടൊപ്പം നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. പാലോട് വൃന്ദാവനം കൺവെൻഷൻ സെന്ററിലാണ് വിവാഹ സൽക്കാരം നടന്നത്. ഭരണഘടനാ സന്ദേശം നൽകിയ ശേഷം ദേശീയ ഗാനത്തോടെയാണ് വിവാഹ സൽക്കാര ചടങ്ങ് അവസാനിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ, സ്വന്തം വിവാഹം ഇങ്ങനെയും വ്യത്യസ്തമായി ചെയ്യാം, വലിയൊരു വ്യത്യസ്തത കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് അത്രത്തോളം വലിയൊരു സന്ദേശം എല്ലാവർക്കും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാവരും ഒരുമിക്കുന്ന ഒരിടത്ത് നമ്മൾ ഒന്നാണ് എന്നുള്ള സന്ദേശം നൽകാൻ വേണ്ടിയിട്ട് ഉയർത്തിപ്പിടിച്ചത് നമ്മുടെ ഭരണഘടനയാണ്. അപ്പോൾ ചെയ്തു വന്ന ഓരോ കാര്യത്തിലും ആ വിവാഹത്തിനിടയിൽ ഏറ്റവും അവസാനം നമ്മുടെ ദേശീയഗാനമൊക്കെ കൊണ്ടാണ് അവസാനിപ്പിച്ചത് എന്നൊക്കെ അറിയുന്നു. കേൾക്കുമ്പോഴൊരു സന്തോഷമുണ്ട്. ഇതിൽ കൂടുതൽ ഒരു ദിവസം അവർക്ക് എന്താണ് എല്ലാവർക്കും നൽകാനുള്ളതല്ലേ? അങ്ങനെ വിവാഹവും സ്പെഷ്യൽ ആക്കിയിട്ടുണ്ട്. വലിയൊരു സന്ദേശം കൂടിയാണ് അവർ നൽകിയത്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ അധ്യാപകരാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ പാഠപുസ്തകത്തിൽ ഒരു കാര്യം, ഒരു മൂല്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ പഠിച്ചത് എവിടെ നിൽക്കുന്നു, അത് ഉത്തരക്കടലാസ് വരെയാണോ, അല്ലെങ്കിൽ നമ്മൾ ആ ക്ലാസ്സിന് ശേഷം അവതരിപ്പിക്കുന്ന ഒരു സെമിനാർ വരെയാണോ എന്നൊക്കെയുള്ള വലിയ ചോദ്യമുണ്ട്. അപ്പോഴാണ് സിറ്റിസൺ 2022 എന്നും പറഞ്ഞ് എന്ന പേരിൽ ഒരു ഭരണഘടനാ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് പരിപാടി ഈ സർക്കാർ ഉൾപ്പെടെ വലിയ രീതിയിൽ നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായി നിന്ന ആളാണ് ഈ ജാബിറുളാണ് വരൻ, ആഷ്നയാണ് വധു. അപ്പോൾ ജാബിറുൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആളുകളെ ഭരണഘടനയുടെ മൂല്യങ്ങൾ പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ പോയ ഘട്ടത്തിൽ അത് മനസ്സിലാഴത്തിൽ പതിഞ്ഞു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വിവാഹവേദി എന്ന് പറയുന്നത്. കാരണം അനിവാര്യമായൊരു മൂല്യം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളാണെങ്കിൽ അത് വളരെ സമത്വപൂർണ്ണമായ, സാഹോദര്യപൂർണ്ണമായ, പിന്നെ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്ന എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമാകും എന്നുകൂടി പ്രത്യാശിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് അവിടെ എത്തിയ കുട്ടികൾ എപ്പോഴും കാണുന്നത് കാർഡിൽ വരൻ്റെയും വധുവിൻ്റെയും ഫോട്ടോ ഉണ്ടാകും, ഒരു മിഠായി ഉണ്ടാകും. അതിലൊന്നും ഒരു കൗതുകമില്ല. ഏത് മിഠായി ആണ് എന്നുള്ള കൗതുകം മാത്രമാണ് അവിടെ ഉണ്ടാകുക. അതിനപ്പുറത്തേക്ക് ഇതെന്താണ് ഈ കൈമാറുന്നത്, ഈ ലഘുലേഖ എന്താണ്, ഈ ലഘുലേഖയിൽ പറയുന്ന കാര്യം എന്താണ്, ഇതിൽ എന്താണുള്ളത്, എന്താണ് ഇത്ര പ്രത്യേകത എന്ന തരത്തിലേക്ക് അറിവ് പകരുന്ന വേദിയായി മാറുന്നു. അങ്ങനെ കല്യാണവേദിയിൽ പാട്ടും ഡാൻസും മാത്രമല്ല, ഇത്തരത്തിൽ മൂല്യങ്ങൾ കൂടി കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് പറയുന്നത് ഏറെ അഭിമാനകരമാണ്. രണ്ടുപേരും കൊല്ലം സ്വദേശികളാണ് എന്നുള്ളത് വ്യക്തിപരമായി എനിക്കും വലിയ സന്തോഷമുണ്ട്. ഇത് നടക്കുന്നത് കൊല്ലം തിരുവനന്തപുരം ബോർഡറിലാണ്. സ്ഥിതിക്ക് ഉറപ്പായിട്ടും എനിക്കും ഉണ്ടായിരിക്കുമല്ലോ. കൊല്ലം സ്വദേശികളാണ്. അപ്പോൾ വിവാഹം ഏത് രീതിയിൽ അത് വ്യത്യസ്തമാക്കാമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഓരോരുത്തരും. അതിൽ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. ആ വ്യത്യസ്തത എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് മനുഷ്യർ, അവരവിടെ എത്തിയ ഓരോരുത്തർക്കും അത്രത്തോളം വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇരുവർക്കും വിവാഹ ആശംസകൾ കൂടി നേരുകയാണ്. ശരി രാഹുൽ.